ഹലോ ഫ്രണ്ട്സ്, അപ്പം നമ്മൾ ഇന്ന് യാത്ര പോവുകയാണ്. ഞങ്ങൾ ലേഡീസ് മാത്രമായിട്ടുള്ളൊരു യാത്ര. എങ്ങോട്ടെന്നറിയാമോ? നമ്മുടെ സ്കൂളിലെ ക്രിസ്മസ് സെലിബ്രേഷന് സാധനം വാങ്ങിക്കാൻ നേരെ എറണാകുളത്തോട്ട് പോകുക കേട്ടോ. പെട്ടെന്നെടുത്ത ഡിസിഷനാണ്. ഹസ്ബൻഡിന് സുഖമില്ല, അപ്പം അതുകൊണ്ട് വരുന്നില്ല. അപ്പം ഞങ്ങൾ പോകുന്ന വഴിക്കുള്ള വിശേഷങ്ങളും പിന്നെ വരുന്ന വഴിക്ക് എല്ലാ സംഭവങ്ങളും കാണിച്ചു തരാം കേട്ടോ. വാ. അങ്ങനെ ഞങ്ങൾ ട്രെയിനിൽ കയറി കേട്ടോ. വേളി റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് കയറിയത്. 9:30 മണിയായി. പുറത്ത് ഒരു ചെറിയ മഴയുണ്ട്. അപ്പോൾ ആ ഒരു മഴയൊക്കെ കണ്ട് ഇങ്ങനെ യാത്ര ചെയ്യാനായിട്ട് നല്ല രസമായിരുന്നു കേട്ടോ. അധികം ആളൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാനും മോളും മാത്രം തന്നെ ആ ഒരു കമ്പാർട്ട്മെൻറ്റിലുണ്ടായിരുന്നുള്ളൂ. പക്ഷേ അതിനും വേണ്ടി ഞങ്ങൾ തിരികെ വന്നപ്പോൾ ശരിക്കും പാടുപെട്ടു ഗൈസ്. അത് കാണിച്ചു തരാവേ. അങ്ങോട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഞങ്ങളിങ്ങനെ ഒരുമിച്ച് രണ്ടുപേരും മാത്രം യാത്ര ചെയ്യുന്നത് ഇത് ഫസ്റ്റ് ടൈമാണ് കേട്ടോ. അല്ലെങ്കിൽ എപ്പോഴും മോളുടെ അച്ഛനൊക്കെ കൂടെ ഉണ്ടാകും. അങ്ങനെ ഞങ്ങളുടെ ട്രെയിൻ എറണാകുളം ടൗണിലെത്തി. നേരെ ഓപ്പോസിറ്റ് കാണുന്ന ഒരു ഉമ്മീസ് റെസ്റ്റോറൻറ്റിൽ കയറി ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കാമെന്ന് വിചാരിച്ചു. നല്ല സൂപ്പർ ലഞ്ചായിരുന്നു, നല്ല ടേസ്റ്റായിരുന്നു. നല്ല മുളകിട്ട് വെച്ച അയല മീൻകറിയും അയല ഫ്രൈയും ഒക്കെ കൂട്ടി ഞങ്ങളങ്ങ് ഉച്ചയ്ക്ക് നല്ല വിശാലമായിട്ട് ഫുഡ് കഴിച്ചു. പാലക്കാട് പോയ അപ്പൊ വിളിച്ച പറഞ്ഞ് അപ്പൊ വെറുതെ കളയണ്ട. ഞാനിവിടെ തീവണ്ടിക്ക് അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി നേരെ ഒരു ഓട്ടോയൊക്കെ പിടിച്ചിട്ട് ഞങ്ങൾ നേരെ ബ്രോഡ്വേ എറണാകുളത്തോട്ട് വിട്ടു കേട്ടോ. നമ്മുടെ ശരിക്കും കുറച്ച് വീഡിയോസിലൂടെയൊക്കെ തുടരെ കാണുമായിരുന്നു. എറണാകുളം ബ്രോഡ്വേയിലെ ക്രിസ്മസ് കളക്ഷൻസ് കണ്ട് അന്തം വിട്ട് ഇറങ്ങി വന്നതാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടതിനേക്കാളും കൂടുതൽ അന്തം വിട്ടുപോയി ഇവിടെ നേരിട്ട് കണ്ടപ്പോൾ. ദേ കണ്ടോ, ഇതാണ് നമ്മുടെ ക്രിസ്മസ് മാർക്കറ്റ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ തിരുവനന്തപുരത്ത് ലുലു മാളിലും ചാല മാർക്കറ്റിലും രാമചന്ദ്രൻ ടെക്സ്റ്റൈൽസിലും ഒക്കെ ഞാൻ പോയി കുറേ നോക്കിയതാണ്. പക്ഷേ അതിനേക്കാളും ഒക്കെ ഒരു എന്താ പറയുക, ഒരു 10 മടങ്ങ് കളക്ഷൻസ് നമുക്കിവിടെ ഉണ്ട് കേട്ടോ. അതുപോലെ വിലയും ഒരുപാട് കുറവാണ്.
വലുതാണോ 20? ചെറുത് കണ്ടോ ഇവിടുത്തെ തിരക്ക് കണ്ടോ? നമുക്ക് നിന്ന് തിരിയാൻ പറ്റാത്തത്ര ജനത്തിരക്കായിരുന്നു കേട്ടോ ഇവിടെ. कमी कर देगा അത് കൊള്ളാല്ലേ? ഇല്ല ഒരെണ്ണം നമ്പൂര ബോൾ പാക്കറ്റ് അമ്പൂര അതൊന്നും വേണ്ട, എല്ലാം മിക്സ് വരും. നമ്മുടെ ട്രിവാൻഡ്രം ചാലക്കകത്തൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഒരു 10-20 കടകളൊക്കെ ഇങ്ങനെ കാണത്തുള്ളൂ. പക്ഷേ ഇവിടെ ആണെങ്കിലോ ഒരു 100-200 കടകൾക്ക് മേലെ ഇങ്ങനെ നിരന്നിരിപ്പുണ്ട് കേട്ടോ. നല്ല രസമാണ്, ഒരുപാട് കളക്ഷൻസും. അപ്പോൾ ഇത്തവണ ക്രിസ്മസ് ഞങ്ങൾ അടിച്ച് പൊളിക്കും. വെജ് 30 രൂപ 30 രൂപ ഇതാകുമ്പോ 40 രൂപ. വിലക്കുറവേ. ഗോൾഡ് ഉണ്ടല്ലോ, ഗോൾഡ് വേണ്ട, ഒരു ഗോൾഡും ഒരു ഗോൾഡ് രണ്ട് 4 ദിവസമുണ്ട്. 120. 120. हाँ ऐसे बोलना रे तब तो 1+ आएगा. ഇത് 50 രൂപയാണ്. 1 piece number 2. നമ്മുടെ ഗ്ലാമിക് എന്ന് പറയുന്ന പോലെ ഒരു മുതുക്ക് ബാഗും ഒക്കെ ആയിട്ടാണ് കേട്ടോ ഞാൻ പോയത്. എറണാകുളത്ത് നിന്ന് ട്രിവാൻഡ്രം വരെ വരേണ്ടതാണെന്നുള്ള യാതൊരു മുൻധാരണയില്ലാതെ സാധനങ്ങളൊക്കെ മേടിച്ച് കൂട്ടത്തിലൊരു കൂറ്റൻ ക്രിസ്മസ് ട്രീയും കൂടി കയ്യിൽ വെച്ചിട്ടാണ് കേട്ടോ ഈ എറണാകുളം ചുറ്റി നടന്നത്.
അങ്ങനെ ഞങ്ങൾ ഇതേ തിരികെ യാത്രയായപ്പോൾ വഴിയിൽ പോത്തീസ് കണ്ടു. പക്ഷെ അവിടെ കയറിയില്ല കേട്ടോ. അതിൻ്റെ അപ്പുറത്തൊരു H&M സ്റ്റോർ കണ്ടു. അത് കുട്ടികളുടെയൊക്കെ ഫേവറേറ്റ് ആണല്ലോ. പ്രത്യേകിച്ച് നമ്മുടെ ട്രിവാൻഡ്രത്ത് ആ ഒരു ഷോപ്പ് ഇല്ലേം താനും. അങ്ങനെ ഇതേ മോൾക്ക് വേണ്ടിയിട്ട് അവിടെ കയറി. അവിടെയും അവൾ കയറി മേഞ്ഞു. 1-2 ഉടുപ്പൊക്കെ എടുത്തു. തിരികെ വീണ്ടും റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള യാത്രയാണ്. ഇപ്പോൾ ഏകദേശം രാത്രിയാകാറായി. അങ്ങനെ ഒടുവിൽ റെയിൽവേ സ്റ്റേഷനിലെത്തിയപ്പോഴോ ഭയങ്കര തിരക്ക്. ഒരു ട്രെയിനിൽ നമുക്ക് ടിക്കറ്റ് പോലും കിട്ടുന്നില്ല കേട്ടോ. ഫുൾ റിസർവ്ഡ് ആയിട്ട് വരുന്നതാണ്. അങ്ങോട്ട് രാവിലെ എറണാകുളത്തോട്ട് പോയപ്പം ഭയങ്കര രാജകീയ സുഖത്തിൽ പോയ ഞങ്ങൾ തിരികെ എന്താ പറയുക, ഒരു ലേഡീസ് കമ്പാർട്ട്മെൻറ്റിൽ തറയിലിരുന്ന് വരേണ്ട ഗതികേടായിപ്പോയി ഗേസ്. അപ്പോൾ ക്രിസ്മസ് വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം കേട്ടോ. അതുവരേക്കും ബൈ ബൈ.